ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 2 പേപ്പർ ഫ്ലവേഴ്സിൻ്റെ ഐഡിയ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് A4 സൈസ് ഷീറ്റാണ്. നോർമൽ A4 സൈസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സോ ഞാനിത് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കണ്ടായിരിക്കും, ഞാൻ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ടാണ് ഇത് കട്ട് എടുത്തത്, കുട്ടി പ്ലേറ്റ് വെച്ചിട്ട്. ഇനി നമുക്കത് 1/4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞോ, ഇനി ഇതിൻ്റെ ഒരു എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ നമ്മൾ ഒരു എന്താ പറയുക 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2-3 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇതിന് ഒരു എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ ഫുള്ള് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1/4 ആയിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഒരു പാർട്ട് ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പാർട്ട് ഗം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ കട്ട് ചെയ്യാത്ത ഭാഗം നമുക്കൊന്ന് കുഴിച്ച് ലെവലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ആ രീതിയിലുള്ളത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഓരോ പെറ്റൽസ് പോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്തിരിക്കുന്ന വശങ്ങൾ ഒന്ന് വിടർത്തി കൊടുക്കുക. ഉള്ളിലത്തെ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കളറ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ അതിന് കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റെമ്മും 2 ലീഫും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒന്നുകൂടി ഒരു ക്യൂട്ടായിട്ട് തോന്നുമല്ലോ. സെക്കൻഡ് ഫ്ലവർ ഞാൻ കളർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ A4 സൈസ് നമ്മുടെ സാധാരണ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ ഭംഗി നമ്മൾ കളർ പേപ്പറിൽ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് സെക്കൻഡ് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കളർ പേപ്പർ ഇഷ്ടമുള്ള കളർ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ അത് ലൈറ്റ് റോസ് പോലത്തെ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെയൊക്കെ ക്യാപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത്. ചെറിയ റൗണ്ട് ഷേപ്പ് മതി. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 to 15 റൗണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ സർക്കിളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ പേപ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഹാഫായിട്ട് അതിൻ്റെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ കാണാൻ പറ്റും. ഓരോ റൗണ്ട് ഷേപ്പും ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ 1/3 ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ 1/3 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്കത് ഗം ചെയ്ത് ഒരു പാർട്ട് മാത്രം ഗം ചെയ്ത് 2 സൈഡും കൂടെ ജോയിൻ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഈ ഒരു സർക്കിൾ ഷേപ്പിൽ ആ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, സൈസ് തന്നെ വേണമെന്നില്ല. നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് തന്നെ ചെയ്യാം, കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിതൊരു ക്യൂട്ട് ഫ്ലവേഴ്സ് നമ്മൾ എന്താ പറയുക ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈസിലാണ് ഞാനിത് വെട്ടിയെടുത്തിരിക്കുന്നത്.